ഇത് ന്യൂട്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ഐസ്ക്രീമാണ്, ന്യൂട്രൈസ് മാംഗോ. ഇതെൻ്റെ കസിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇത് രാത്രി ഒരു 10-11 മണിക്ക് അതിൻ്റെ ഒന്ന് തോന്നുന്നുണ്ട്. എനിക്ക് സമയമോ ശരിക്കും ഓർമ്മയില്ല, എന്ന് വെച്ചാൽ ഇത് നടന്ന് കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ അതൊക്കെ സെറ്റ് ചെയ്തല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നടന്ന പാത്രം കഴുകലാണിത്. അപ്പോൾ ഞാനിങ്ങനെ പാത്രം കഴുകുന്നത് എങ്ങനെയാണെന്ന് എടുത്ത് നോക്കാം വിചാരിച്ചിട്ട് വെറുതെ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാത്രം കഴുകുന്ന നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ കഴുകുമ്പോൾ പാത്രം കഴുകുന്നതിന് ക്ലീൻ ആയാലും സംശയം കൊണ്ട് ഞാൻ നല്ലോണം കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് സമയമാവും ഇതൊക്കെ കഴുകി അവസാനിപ്പിക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ന്യൂട്രൈസ് മാംഗോ എന്ന് പറഞ്ഞ ഐസ്ക്രീം അല്ല, അതിൻ്റെ ഇത് ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ ആയിരുന്നു. അപ്പം 1 ലിറ്ററിൻ്റെ ബോക്സ് ആയിരുന്നു. അത് ഞങ്ങൾ 4 പേര് കൂടി അപ്പം തന്നെ അവസാനിപ്പിച്ചു. അതാണ് വന്ന് ഞാൻ കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞു എന്നുള്ളത്. ഞങ്ങളങ്ങനെ എടുത്ത് വയ്ക്കുന്ന പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അല്ല, ഇതിലും വലിയ ബോക്സിനെ എടുത്ത് വയ്ക്കും. പക്ഷേ ഞങ്ങൾക്ക് ഇതൊക്കെ കറക്റ്റായിരുന്നു, അങ്ങനെ അത്ര അധികമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ആ ട്രീ സെറ്റ് ചെയ്തപ്പോൾ ആ സൈഡ് മാത്രമേ അടിച്ചു വാരിണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡൊക്കെ അടിച്ചു വരാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുക, പാത്രം കഴുകൽ കഴിഞ്ഞ് അപ്പം ഈ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഐസ്ക്രീം കഴിച്ച ബൗൾ അതും ഇതൊക്കെ വീണ്ടും അപ്പോൾ നമുക്ക് കൂടുതൽ പാത്രമായി കഴുകാനായിട്ട്. അത് എൻ്റെ ഹസ്ബൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കും, വെള്ളം കുടിക്കാൻ വന്നാന്ന് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് അന്ന് എന്തൊക്കെ നടന്നെങ്കിൽ ശരി ഓർമ്മയില്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് ദിവസമായി ഇത് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ അത് സെറ്റ് ചെയ്തെല്ലാം ക്രിസ്മസ് ഡേ ഒക്കെ സെറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ നൈറ്റാണ് കാരൽസ് വന്നത്. അത് 2 ചർച്ചയിൽ നിന്ന് വന്നു. ഒന്ന് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന്, പിന്നെ ഒന്ന് ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്തുള്ള ഒരു തെലുങ്ക് ചർച്ചയിൽ നിന്ന് വന്നു. അപ്പം അങ്ങനെയാണ് 2 കാരൽസ് വന്നത്. പിന്നെ അപ്പോൾ എന്താ പറയുക, എനിക്കിത് അറിയണ്ടായില്ല. ഇതൊക്കെ കഴിയുമ്പോൾ ഈ പാത്രം കഴിയുമ്പോൾ എനിക്ക് അറിയണ്ടായില്ല നാളെ കാരൽസ് വരും എന്നുള്ള സംഭവം എനിക്ക് അറിയണ്ടായില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഇങ്ങനെ കാരൽസ് ഇന്ന് രാത്രി കാരൽസ് വരുന്നു. അപ്പോൾ അതായത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാൻ ഈ ട്രീ സെറ്റ് ചെയ്യലും കാരൽസ് വരലും നടന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡൈനിങ് ടേബിളിൻ്റെ ഏരിയയിൽ ഇത് പാത്രം കഴുകി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. നടുവിലും ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്ന് അതൊക്കെ പൊടിയും ഇങ്ങോട്ട് പൊടുത്ത പൊടി അങ്ങോട്ട് ആക്കും, അങ്ങനെയൊക്കെ ആക്കുമല്ലോ. അപ്പോൾ ശരി, ഫസ്റ്റ് ഇത് അടിച്ചു വാരിയിട്ട് പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ പോയിട്ട് പാത്രം കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കിടപ്പോൾ ഞങ്ങളെന്തായാലും ഉറങ്ങുമ്പോൾ 1 മണി 2 മണിക്കാവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ജോലി വെച്ചാലൊക്കെ എക്സാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ചർച്ച ചെയ്യുന്ന കാരൽസാണ് കേട്ടോ. പക്ഷേ ഇതെന്താണെന്നറിയോ, എനിക്കിതിലും കൂടുതലൊക്കെ എന്താ ഇഷ്ടം എന്നറിയോ, മലയാളം ചർച്ച ചെയ്യുന്നു. അത് എൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ മലയാളം ചർച്ച ചെയ്യുന്നതാണ് കാരൽസ് വരാം. അവിടെ അത് നല്ല രസമായിരിക്കും കേട്ടോ, കാണാനും കേൾക്കാനൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ പാട്ടൊക്കെ കുറച്ച് ഡള്ളായിരിക്കും. നമുക്കത്ര എന്താ പറയുക, കുഴപ്പമില്ല. പക്ഷേ എന്താ പറയുക, ഒരു എനർജി ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ വിശേഷം. അപ്പോൾ അത് തന്നെ ഇത് കഴിഞ്ഞപ്പോൾ ഈ കാരൽസ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലോട്ട് കൂടെ പോയി. ഇവരുടെ കൂടെ തന്നെ അടുത്ത വീട്ടിലോട്ട് പോയി. പിന്നെ നടുവിൽ സാന്താക്ലോസ് വന്നിട്ട് ആ ജോലീനെ ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ചു. പക്ഷേ 2 പ്രാവശ്യം വിളിച്ചു, പക്ഷെ അവൻ ഇല്ല എന്ന് പറഞ്ഞു. അവന് സാന്താക്ലോസിനെ പേടിയാന്ന് അങ്ങനെയൊക്കെ പറയാമേ. അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അവൻ കുറച്ച് പേടിച്ചിട്ടുണ്ട് സാന്താക്ലോസിനെ കണ്ടപ്പോഴേ. കാരണം ഇപ്പോൾ പേടിയൊന്നുമില്ല, പക്ഷേ അവൻ മടിയായിട്ടുണ്ട് ഡാൻസ് കളിക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ ഇത്. ആ ജോലിയുടെ പ്രായം തന്നെയുള്ളൂ ഈ കുട്ടിക്ക്, ഈ സാന്താക്ലോസിന്. Happy New Year, Happy New Year, we wish you a Merry Christmas and a Happy New Year. Santa Claus. Happy New Year, Merry Christmas, sir. Wow, running race na po. கண்ணே வழியே அமுதமே எப்பொன்னே செடி இன்பமே என்னவே வந்தமே என்னை தேடி வந்ததே ஆரிரோ ஆரோ ஆரிரோ ஆரோ. ഇത് ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലോട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവിടെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ജോലിനെ എടുത്തത്. അപ്പോൾ ജോലി വന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 പേര് മാത്രമാണ് പോയത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു ജോലി എന്താ വരാൻ ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ട്യൂഷൻ പോയിട്ട് വന്ന് ടയേർഡിലടിക്കുകയാണ് അവൻ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ ഒരു ഭക്ഷണം അവിടെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചിട്ടാണ് വന്നത്. ഇതിന് ശേഷം പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതും അജോലയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോയതും പിന്നെ അജോലയുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ പോയതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എന്താ പറയുക, അതൊക്കെ ഇത് കൂടെ ചേർക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു അപ്പം കുറേ ലെങ്ത് കൂടും, അത് കാരണം വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ചേച്ചി വന്നിട്ട് ഒരു മലയാളിയാണ് കേട്ടോ.
ഇത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്തുള്ള തെലുങ്ക് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള കാരൽസ് ആണ് കേട്ടോ. അപ്പം അവർ വന്ന് പിന്നെ കേക്ക് കട്ടിയിലൊന്നും അങ്ങനെ ഇല്ല, ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷേ ഇപ്രാവശ്യം എന്തോ എൻ്റെ ഹസ്ബൻഡ് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് അവരെ കൊണ്ട് കട്ട് ചെയ്യിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴും സാന്താക്ലോസ് ഡാൻസൊക്കെ ചെയ്തു. പക്ഷേ എന്താ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഡാൻസ് കളിക്കാനുള്ള സ്ഥലമില്ല, അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ വീട് പുറത്ത് കുറച്ച് ഇപ്പോൾ നമ്മൾ തനി വീടൊക്കെ ആണെങ്കിൽ അപ്പോൾ വീടിൻ്റെ പുറത്തൊക്കെ ഡാൻസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാം മുറ്റത്തെ. ഇതിപ്പോൾ അത് പറ്റില്ല, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒക്കെ ചെയ്യണം. കേക്ക് കട്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം, പിന്നെ ഇത്ര ആൾക്കാർക്ക് നിൽക്കണമല്ലോ, അപ്പോൾ എല്ലാത്തിനും സ്ഥലം വേണ്ടേ. స్తోత్రం ఆండవరే, స్తోత్రం కర్తావే, అన్ని పితావే, నాలుగు క్షమిக்கிறோம். விசேஷமாக தகப்பனே ஆண்டவரே, தல நான் குடும்பத்தை தரிசிக்க நீர் கொடுத்த கிருபைக்காக ஸ்தோத்திரம். இந்த கிறிஸ்துமஸ் நன்னாளில் கர்த்தாவே, உடைய பிறப்பில் இருக்கிற சந்தோஷம், சமாதானம் ஆண்டவரே, நன்மையும் மகிழ்ச்சியும் ஆண்டவரே, ரட்சிப்பும் ஆண்டவரே நிறைவாக இந்த குடும்பத்துக்கு தங்கும்படியாக క్షమిக்கிறோம். கடந்த வந்த வருஷங்களை ஆண்டவரே கண்ணிமை போல பாதுகாத்து அந்த புதிய வருஷத்துல நினைக்கிற காரியங்கள் இயேசுவின் நாமத்தினால நீ நிறைவேற்ற போவதற்காக ஸ்தோத்திரம். நன்மையினால திருப்திப்படுத்தும்படியாக క్షమిக்கிறோம். எல்லா விதமான தடைகள் மந்தகாரங்களையும் இயேசுவின் நாமத்தில் எடுத்து போடுகிறார். சந்தோஷம், சமாதானம் ஆண்டவரே, நித்திய ஆசீர்வாதம் குடும்பத்தில் நிறைவாக தங்கும்படியாக சபை அனைவரும் ஜெபிக்கிறோம் கர்த்தாவே. உமக்கே நன்றி செலுத்துகிறோம். இயேசுவின் நாமத்தினால ஜெபிக்கிறோம் நல்ல பிதாவே. ஆமென். Happy Christmas. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your friends. Good tidings for Christmas and a Happy New Year. Good tidings we bring to you and your friends. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Thank you very much.